ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് റനായ. അപ്പോൾ എല്ലാവരുടെയും ഓണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവിട്ടവും ചതയവും അഞ്ചാം ഓണവും എല്ലാം കഴിഞ്ഞ് ഓണമൊക്കെ കഴിക്കേണ്ട സങ്കടത്തിലിരിക്കുകയായിരിക്കും അല്ലേ? സങ്കടമല്ല, എന്താ പറയണ്ട, ഒരു മിക്സ്ഡ് ഫീലിംഗ് ഓഫ് ഇമോഷൻസ് ആണല്ലോ നമുക്ക് ഓണമൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ. ഇനി അടുത്ത വർഷം ആവണമല്ലോ ഈ ഒരു ഉത്സവ പ്രതീതിയൊക്കെ വരണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ബാക്ക് ടു മൈ ചാനലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീണ്ടും പഴയതുപോലെ വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങണം. ഇടയ്ക്ക് ഓണത്തിൻ്റെയൊക്കെ തിരക്കിൽ എനിക്ക് അധികം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. സോ അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് റനായ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ ഓൾറെഡി തംബ്നെയിലിൽ കണ്ടു കാണുമല്ലോ. എന്തുകൊണ്ടാണ് നമ്മൾ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് വാട്ട് ഓൾ തിങ്സ് ദാറ്റ് വി ഹാവ് ടു ബി നോട്ട് ഡൗൺ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ള ജനറൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങളും ഞാൻ അന്ന് റെഫർ ചെയ്ത് മനസ്സിലാക്കിയ കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോസിലൂടെ പറയുന്നത് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസിന് നല്ല പോസിറ്റീവ് കോമൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ഭയങ്കര സന്തോഷം കേട്ടോ അതൊക്കെ കാണുമ്പോൾ. പിന്നെ ജെനുവിൻ ആണ് എന്ന് പറയാറുണ്ട്. അത് ജെനുവിൻ ആണ് എന്ന് പറയാനുള്ള ആ ഒരു കോമൻറ്റിൻ്റെ അതിനുള്ളൊരു റിപ്ലൈ എനിക്ക് പറയാൻ ഉള്ളതെന്ന് വെച്ചിരുന്നാൽ, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു പോയ കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാവാം അതിനൊരു ജെനുവിനിറ്റി ഫീൽ ചെയ്യുന്നത് അല്ലേ. പിന്നെ എന്തൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാനും ഒന്ന് റെഫർ ചെയ്തിട്ട് തന്നെയാണ് ഇതിനകത്ത് വീഡിയോയിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസും പിന്നെ എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ വരുത്താം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൂടെ മിക്സ് ചെയ്ത് വരുന്നതുകൊണ്ടാവാം അതിനൊരു ജെനുവിനിറ്റി ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. പിന്നെ അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ളൊന്ന് കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിച്ച് എന്താണെന്ന് വെച്ചിരുന്നാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതേപോലെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മലയാളം വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ വീഡിയോസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ചില വീഡിയോസ് മലയാളത്തിൽ തന്നെ പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ചില വീഡിയോസ് കുറച്ചുകൂടെ ജനറലി പോകണം എന്ന് തോന്നുന്നതെല്ലാം ഞാൻ ഇംഗ്ലീഷിലും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ, വളരെ ബേസിക് ആയിട്ടുള്ളൊരു റീസൺ എന്താണെന്ന് ചോദിച്ചിരുന്നാൽ വീക്ക് ഇൻട്രൊഡക്ഷൻ ആണ്. അതായത് വി ഷുഡ് പ്രിപ്പയർ എ വെരി ഗുഡ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് അവർ സെൽഫ്. ചില ആൾക്കാർ ആ സ്പോട്ടിൽ ചെന്നിട്ട് നമ്മളെ ഒരു ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർവ്യൂസിനും അത് കാണും. ഒരു 95% ഓഫ് ഇൻ്റർവ്യൂസിനും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. ഫോർച്ചുനേറ്റ്ലി ആണോ അൺഫോർച്ചുനേറ്റ്ലി ആണോ എന്നറിയില്ല, എന്നോട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നില്ല. ഞാനത് എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരുന്നു പോയത്, പ്രിപ്പയർ ചെയ്തുകൊണ്ടായിരുന്നു പോയത്. പക്ഷേ എന്നോട് ചോദിച്ചില്ല. പക്ഷേ എനിക്ക് മുന്നേ കയറിയവരോടും എനിക്ക് പിന്നെ കയറിയവരോടും ഒക്കെ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 95% നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ചിലരോട് അത് ചോദിക്കാറില്ലായിരിക്കാം, എന്നോട് ചോദിച്ചില്ല. ഞാൻ വളരെ കൃത്യമായിട്ടൊരു ഇൻട്രൊഡക്ഷനൊക്കെ പ്രിപ്പയർ ചെയ്തായിരുന്നു പോയത്. അപ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ നമ്മളെക്കുറിച്ച് കൊടുക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ വളരെ ഒരു ക്രിസ്പായിരിക്കണം, ക്ലിയറുമായിരിക്കണം. ഓക്കെ, അപ്പം അങ്ങനെ നമ്മളെന്നാൽ വലിച്ചു പരത്തി ഒരുപാട് കാര്യങ്ങളും പറയാനും പാടില്ല. പക്ഷേ നമുക്ക് ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുകയും വേണം. നമ്മുടെ എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ട് നല്ല ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ വീക്ക് ഇൻട്രൊഡക്ഷൻ ആയി കഴിഞ്ഞിരുന്നാൽ തന്നെ അവർക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു ഇംപ്രഷനും കിട്ടില്ല. ഓക്കെ, ഓൾറെഡി അവർക്ക് നമ്മളെക്കുറിച്ച് അറിയാം, ബിക്കോസ് നമ്മൾ കൊടുത്ത CV അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ഒരുപാട് വലിച്ചു പരത്തി പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും ദ വേ ദാറ്റ് വി ആർ എക്സ്പ്രസിങ് ദാറ്റ് ഷുഡ് ബി പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ വീക്കായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ കൊടുക്കാതെ ഇരിക്കുക, നല്ല സ്മാർട്ട് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ക്രിസ്പ് ആൻഡ് ക്ലിയർ ഇൻട്രൊഡക്ഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതൊന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ പോവുക കേട്ടോ. പോകുന്നതിന് മുന്നേ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് തന്നെ പോകാനായിട്ട് നോക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ വരുത്തി വെക്കുന്ന ഒരു മിസ്റ്റേക്കാണ് നോട്ട് റിസർച്ചിങ് അബൌട്ട് ദ സ്കൂൾ.
വിച്ച് മീൻസ് നമ്മൾ ഇപ്പോൾ ഒരു സ്കൂളിൽ നമ്മളൊരു ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സ്കൂളിനെ പറ്റി എന്താണ് എന്നുള്ള കാര്യം ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മനസ്സിലാക്കി വെച്ചിട്ട് പോവുക. കാരണം ഓരോ സ്കൂൾസിനും അതിൻ്റേതായിട്ടുള്ള വിഷൻ കാണും. ഓക്കെ, അവർ ഫോളോ ചെയ്യുന്ന ഒരു കരിക്കുലം കാണും, അവർ ഫോളോ ചെയ്യുന്ന ഒരു വാല്യൂ കാണും. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ സ്കൂളിനെ പറ്റി സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് കിട്ടും. അവരുടെ വാല്യൂസ് എന്താണ്, അവരുടെ കരിക്കുലം ഗോൾസ് എന്തൊക്കെയാണ് എന്നുള്ളത്, നമുക്ക് ആ ഒരു വിഷൻ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിനെ പറ്റി കിട്ടും. അപ്പം നിങ്ങൾ ഏത് സ്കൂളിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ സ്കൂളിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് മനസ്സിലാക്കി വെച്ചിട്ട് വേണം പോവാനായിട്ട് കേട്ടോ. എങ്ങാനും ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചാൽ ഈ സ്കൂളിൽ എന്തുകൊണ്ട് അപ്ലൈ ചെയ്തു എന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അപ്പം നമുക്ക് ഇവിടുത്തെ വാല്യൂസും അതേപോലെ ഇവിടുത്തെ വിഷനും ഒക്കെ എന്നെ ഒരുപാട് അട്രാക്റ്റ് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഈ സ്കൂളിൽ അപ്ലൈ ചെയ്തതെന്ന് നമുക്ക് തട്ടിവിടാമല്ലോ കേട്ടോ. അങ്ങനെ ഒരു പോയിന്റും കൂടി ഉണ്ട്. അപ്പോൾ തട്ടിവിടുന്നതിലുപരി നമ്മൾ എന്തായാലും നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവുകയാണ്. സോ വി ഷുഡ് ഹാവ് ആൻ ഐഡിയ അബൌട്ട് വാട്ട് ദറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് ഓൾ അബൌട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാൻഡേറ്ററി ആയിട്ട് ചോദിക്കും എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ആണെങ്കിൽ അതൊരു അൺടെസ്റ്റഡ് ആണ്, അത് മാൻഡേറ്ററി ക്വസ്റ്റ്യൻ തന്നെയാണ്, 95% കാണും. പക്ഷേ എന്തുകൊണ്ട് ഈ സ്കൂളിൽ അപ്ലൈ ചെയ്തു എന്നുള്ളത് നമുക്ക് 50-50 പറയാൻ പറ്റൂ കേട്ടോ. അങ്ങനെ എല്ലാവരോടും ചോദിക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു 50-50 ആണ്. പക്ഷേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഈ ഡയലോഗ് എടുത്തിട്ടൊന്ന് പ്രയോഗിക്കാൻ പറ്റും. ഈ സ്കൂളിൻ്റെ വാല്യൂസ് എന്നെ ഒരുപാട് അട്രാക്റ്റ് ചെയ്തിരുന്നു, ടീച്ചിങ്ങിനോടുള്ള പാഷനിലുപരി ഈ സ്കൂളിൻ്റെ ഒരു വിഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടുകൂടെ കൊണ്ടാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തത് എന്നൊക്കെ നല്ല കയറ്റി അങ്ങ് വിട്ടേക്കുക കേട്ടോ. അപ്പോൾ റിസർച്ച് അബൌട്ട് യുവർ സ്കൂൾ. അപ്പം നമ്മളൊരു പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്യാതെ പോകുമ്പോഴും നമുക്കൊരു ഇൻ്റർവ്യൂവിന് നമ്മൾ ഫ്ലോപ്പ് ആവാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പോയിന്റ്, അതായത് നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്പീക്കിംഗ് നെഗറ്റീവ്ലി. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം, എന്തുകൊണ്ട് നിങ്ങൾ മറ്റ് സ്കൂളിൽ നിന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് ഈ സ്കൂളിലേക്ക് വന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകിച്ചും പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോടാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഓക്കെ, ഫ്രഷേഴ്സിനോടും എന്തുകൊണ്ട് ഈ സ്കൂൾ പ്രിഫർ ചെയ്തു എന്ന് ചോദിച്ചിരുന്നാൽ നിങ്ങൾക്ക് മറ്റേ പോയിന്റ് എടുത്ത് പറയാം, ഈ സ്കൂളിൻ്റെ വാല്യൂസും വിഷനും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാനിത് പ്രിഫർ ചെയ്തു എന്ന് പറയാം. ഇനി പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോടാണ് പ്രത്യേകിച്ച് ഞാനിത് എടുത്ത് പറയുന്നത്, നെഗറ്റീവായിട്ട് നമ്മൾ ഒരു കാര്യവും പറയാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ പ്രീവിയസ് ആയിട്ട് വർക്ക് ചെയ്ത സ്കൂളിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സിനെ പറ്റിയോ അവിടെ ഹെഡായിട്ടിരുന്ന ആൾക്കാരെ പറ്റിയോ ഒന്നും ക്രിട്ടിസൈസ് ചെയ്ത് നെഗറ്റീവായിട്ട് പറയാതെ ഇരിക്കാൻ നോക്കുക. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം, എന്തുകൊണ്ട് ആ സ്കൂൾ നല്ല സ്കൂളാണല്ലോ, എന്തുകൊണ്ട് അത് ലെഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ വന്നു എന്ന് ചോദിച്ചാൽ യു ക്യാൻ ഗിവ് എ റിപ്ലൈ ലൈക്ക് ദിസ്. എൻ്റെ പ്രീവിയസ് സ്കൂൾ ഇറ്റ് വാസ് ഓഫ് കോഴ്സ് ഇറ്റ് ഗിവ്സ് എ ഗുഡ് എക്സ്പോഷർ ടു മീ, പക്ഷേ നൗ ഐ വുഡ് ലൈക്ക് ടു എക്സ്റ്റെൻഡ് മൈ സർവീസ്. എൻ്റെ സർവീസ് എനിക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഈ സ്കൂളിൻ്റെ വാല്യൂസും വിഷനും ഇവിടെ ദ ഫോളോ ടീച്ചിങ് മെത്തേഡ് അതെല്ലാം എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചത് എന്ന് പറയുക. അല്ലാതെ ഞാൻ നേരത്തെ വർക്ക് ചെയ്തത് ഒരു പണ്ടാരം പിടിച്ച സ്കൂളായിരുന്നു, അവിടുത്തെ പണിയെടുത്ത് ഞാനൊരു വഴിയായി, ഇങ്ങനൊന്നും ദൈവത്തെ ഓർത്ത് പറയരുത് കേട്ടോ. നെഗറ്റീവായിട്ടൊരു ഇംപ്രഷൻ നമ്മളെക്കുറിച്ച് അവിടെ ഉണ്ടാക്കിയിടുകയാണ്. പലർക്കും പറ്റിപ്പോകുന്ന ഇതാണ്, സത്യസന്ധത കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറയും. അങ്ങനെ പറയണ്ട. അത് നെഗറ്റീവായിട്ട് നമ്മൾ ആരെയും കുറിച്ചൊരു ഇംപ്രഷൻ കൊടുക്കണ്ട. നമുക്ക് സർവീസ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് തോന്നി, പിന്നെ ഈ സ്കൂളിൻ്റെ വാല്യൂസും വിഷനും ടീച്ചിങ് മെത്തേഡും കരിക്കുലവും ഒക്കെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് വളരെ എൻ്റെ വാല്യൂസുമായിട്ട് എനിക്ക് സ്യൂട്ടായി പോവും, സിങ്ക് ഇൻ ആയി പോവും എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തത്. മതി, സേഫ് ആൻസർ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, അതായത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 75% ആൾക്കാർ ഒരു ജനറൽ ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിന് ഫെയിൽ ആവാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് പുവർ കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഗ്രാമർ മിസ്റ്റേക്സ് വരിക, അതുപോലെ പറയാൻ നേരം ഒരു കോൺഫിഡൻസ് ഇല്ലാതെ പറയുക, ഇതൊക്കെ ഒരു വീക്ക് കമ്മ്യൂണിക്കേഷനെ എടുത്ത് കാണിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇപ്പം ലാംഗ്വേജിനൊക്കെ കുറച്ച് പ്രശ്നമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞിട്ടൊക്കെ ഒന്ന് പോവുക
കേട്ടോ. ഇപ്പോൾ ഇൻ കേസ് ഇനി പറയുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് സംഭവിച്ചിരുന്നാലും അത് പ്രശ്നമല്ല. പക്ഷേ നമ്മൾ അതിനകത്ത് നമ്മുടെ കോൺഫിഡൻസ് എല്ലാം പോയി ഒരുപാട് ഭയന്നിരുന്ന് പറയുമ്പോഴത്തേക്കാണ് ആകെ ആ ഒരു ഇൻ്റർവ്യൂവറിന് നമ്മളെക്കുറിച്ചുള്ള ഒരു എന്താ പറയുക, ആ ഒരു ഇംപ്രഷൻ അങ്ങ് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും. അതായത് നമ്മളെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷനൊക്കെ പറയുന്ന സമയത്ത് ഉണ്ടാകാവുന്ന ഗ്രാമർ മിസ്റ്റേക്സ് ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പോവുക. ഇപ്പോൾ അല്ലാതെ കുറേയൊക്കെ സംസാരിച്ച് വരുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വന്നിരുന്നാലും ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനകത്തൊക്കെ വരുന്ന മിസ്റ്റേക്സ് എന്നൊക്കെ പറയുന്നത് അപ്പോഴേ തന്നെ, കാരണം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരുന്ന ഒരു സംഗതിയാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് വരുന്ന മിസ്റ്റേക്സ് എന്ന് പറയുമ്പോഴേ നമ്മുടെ ഇൻ്റർവ്യൂവറിന് നമ്മളെക്കുറിച്ചുള്ള ഒരു ഇംപ്രഷൻ അങ്ങ് പോവും കേട്ടോ. അപ്പോൾ അത് കാരണം നന്നായിട്ട് പുവർ കമ്മ്യൂണിക്കേഷൻ ആവാതെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊന്ന് ഇമ്പ്രൂവ് ചെയ്ത് പോകാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇൻ്റർവ്യൂവിന് ഇനി ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയാലും നമ്മൾ വീണെടുത്ത് കിടന്ന് ഉരുളുക എന്ന് പറയുമല്ലോ. അപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നല്ല പ്ലസൻ്റ് ആയിട്ട് നിന്ന് പറയാനായിട്ട് ശ്രമിക്കുക. ഒന്ന് ഓർത്ത് വെച്ചേക്കാം, നമ്മളാരും എല്ലാം തികഞ്ഞവരൊന്നും അല്ല. ഓക്കെ, എല്ലാവർക്കും മിസ്റ്റേക്സ് വരാം കേട്ടോ. അപ്പോൾ അവർ നമ്മളെക്കുറിച്ച് അയ്യോ അങ്ങനെ ചിന്തിക്കും ഇങ്ങനെ വിചാരിക്കും എന്ന് വിചാരിച്ചാണ് പലർക്കും ഈ ടെൻഷൻ വരുന്നത് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത്. ഒന്നും വിചാരിക്കത്തില്ല, ഒന്നും വരണ്ട, എന്തവർ വിചാരിച്ചിരുന്നാലും നമുക്കൊന്നുമില്ല എന്ന് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയുക. അപ്പോൾ ഇച്ചിരി നേരത്തേക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക നമ്മൾ, പ്രത്യേകിച്ച് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെ പോകുന്ന സമയത്ത്. പിന്നെ ഇതേപോലെയുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, എന്തുകൊണ്ട് ഈ സ്കൂൾ അപ്ലൈ ചെയ്തു, എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് നിങ്ങളൊരു ടീച്ചിങ് ഫീൽഡിൽ ആസ് എ ടീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നോക്കട്ടെ, അത് പറ്റുമെങ്കിൽ ഞാൻ എക്സ്ട്രാ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ നോക്കാം, ടോപ്പ് ജനറൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പം അതൊക്കെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്ത് തന്നെ കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു പോയിന്റ്, നമ്മൾ മിക്കപ്പോഴും ഇൻ്റർവ്യൂവിന് ഫെയിൽ ആവാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇംപ്രോപ്പർ ഡ്രസ്സിങ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് ആക്ച്വലി നമ്മളെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. നമ്മൾ ആ CV കൊടുത്തേക്കുന്ന കാര്യങ്ങളല്ലാതെ ദേ ഡോണ്ട് ഹാവ് എനി ഐഡിയ അബൌട്ട് ഇറ്റ്. ഒരു മനുഷ്യനെ പറ്റി നമ്മൾ എത്ര ഘോരം പറഞ്ഞിരുന്നാലും, എത്ര നമ്മൾ സൊസൈറ്റി മാറി എന്നൊക്കെ പറഞ്ഞിരുന്നാലും, ഒരു വ്യക്തിയെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്, അസസ് ചെയ്യുന്നത്, ഫസ്റ്റ് ടൈം നമ്മൾ കാണുന്ന ഒരാളെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് അവരുടെ അപ്പിയറൻസ് കണ്ടിട്ടാണ് അല്ലേ, അവരുടെ വേ ഓഫ് ഡ്രസ്സിങ് കണ്ടിട്ട് തന്നെയാണ്. അത് എപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. നമ്മളിനി എത്ര സമൂഹം മാറിയെന്ന് പറഞ്ഞിരുന്നാലും നമുക്ക് എപ്പോഴും നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഓക്കെ എങ്ങനെയാണ് അവരുടെ ഡ്രസ്സിങ്, അതൊക്കെ നമ്മളത് അസസ് ചെയ്ത് പോവും. അതങ്ങനെയാണത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ കുറച്ചൊരു പ്രൊഫഷണലായിട്ട് പോകാനായിട്ട് നോക്കുക. അതായത് ഒരുപാട് കാഷ്വൽ ആവാനും പാടില്ല, എന്നാൽ ഫെസ്റ്റീവ് ആവാനും പാടില്ല. അതായത് ഇതേപോലത്തെ കമ്മലൊന്നും ഇട്ടുകൊണ്ട് കഴിവതും ഇൻ്റർവ്യൂവിന് പോവാതെ ഇരിക്കുക കേട്ടോ. ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു കഴിയുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റഡൊക്കെ ഇട്ടിട്ട് പോകാനായിട്ട് നോക്കുക. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഉള്ള പിക്ചർ എൻ്റെ ഫോണിലുണ്ടെന്ന് തോന്നുന്നു. ഞാനിവിടെ എവിടെയെങ്കിലും ഒന്ന് അറ്റാച്ച് ചെയ്തേക്കാം കേട്ടോ. അതേപോലെ ഞാൻ സ്കൂളിൽ ഫസ്റ്റ് ഡേ പോയ ഒരു ഫോട്ടോയും എൻ്റെ ഫോണിലുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതും ഞാൻ അറ്റാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകാൻ നേരം നമ്മൾ ഈ ഭയങ്കര ഗുങ്കുരു കമ്മലുകളോ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റീവ് ഭയങ്കര ഗൗൺ മോഡൽ ഡ്രസ്സൊന്നും ഇട്ടിട്ട് പോകാതെ ഇരിക്കാൻ നോക്കുക. എന്നാൽ സ്ലീവ്ലെസ് ടൈപ്പും അങ്ങനെ ആവാതെ ഇരിക്കാൻ നോക്കുക കേട്ടോ. ഒരു പ്രൊഫഷണൽ ലുക്ക്, ഷൂസും സോക്സും ഒക്കെ ഇട്ടിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും ഒരു ഇൻ്റർവ്യൂവിന് ഒരു പ്ലസൻറ്റ് ലുക്ക് നമ്മുടെ അപ്പിയറൻസിൽ തരുന്നത് കേട്ടോ. പിന്നെ എല്ലാത്തിലും ഉപരി നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നിരുന്നാലും ഒരു പ്രൊഫഷണൽ ലുക്ക്, ഇംപ്രോപ്പർ ആയിട്ടുള്ള ഡ്രസ്സിങ് എപ്പോഴാണെങ്കിലും നമുക്കൊരു ഇംപ്രോപ്പർ ലുക്കേ നമുക്കും തരത്തുള്ളൂ, പ്രത്യേകിച്ച് ഒരു ഇൻ്റർവ്യൂവിന് കേട്ടോ. അല്ലാതെയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരു ഒഫീഷ്യലായിട്ടൊരു കാര്യത്തിന് പോവുകയാണ്. അപ്പോൾ ആ ഒരു ഡ്രസ്സിങ് ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നല്ലതുപോലെ പോകുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എനിക്കൊരു പോയിൻ്റായിട്ട് പറയാനുള്ളത്, അതായത് നമ്മൾ മിക്കപ്പോഴും ഇൻ്റർവ്യൂവിന് ഫെയിൽ ആവാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് നോട്ട് ഷോയിങ് പാഷൻ ഫോർ ടീച്ചിങ്. ഓക്കെ, നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പറയാതെ ഇരിക്കുക, എനിക്ക് വേറെ ജോബൊന്നും കിട്ടിയില്ല, ഞാനൊരു BEd സ്റ്റുഡൻ്റാണ്, BEd എനിക്കുണ്ട്, എനിക്ക് വേറെ ജോബൊക്കെ ആയിരുന്നു ഇഷ്ടം, എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ടീച്ചിങ്ങെ പ്രിഫർ ചെയ്ത് വരുന്നത്. അങ്ങനെ ഒരിക്കലും പറയാതെ ഇരിക്കുക.
ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാതെ ഇരിക്കുക കേട്ടോ. നമ്മൾ ടീച്ചിങ് ഇഷ്ടപ്പെട്ട് തന്നെയാണ് വന്നത് എന്നുള്ള രീതിയിൽ എപ്പോഴും ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്ത് തന്നെ പറയുന്നതായിരിക്കും എപ്പോഴും ആ ഒരു ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യാനായിട്ട് നല്ലത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എനിക്ക് ഒഫീഷ്യലി പറയാനുള്ളത്. പിന്നെ ഇത് എൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ടീച്ചിങ് ഇഷ്ടമാണെങ്കിൽ മാത്രം BEd എടുക്കുക, അതേപോലെ ടീച്ചിങ് ഫോളോ ചെയ്യാൻ നോക്കുക കേട്ടോ. എന്താണോ നിങ്ങൾക്ക് ഒരു റിയൽ പാഷൻ അത് ഫോളോ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്നാണ് എനിക്ക് പേഴ്സണലി ഉള്ള ഒരു അഡ്വൈസായിട്ട് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കാരണം ഞാനൊരു പാഷനേറ്റ് ആയിട്ടുള്ള ടീച്ചറാണോ എന്ന് ചോദിച്ചിരുന്നാൽ ഭയങ്കര പാഷനേറ്റ് അല്ല, ഞാനതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ടീച്ചിങ് ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. ടീച്ചിങ് ഇഷ്ടമായതുകൊണ്ടാണ് BEd എടുത്തത്, അല്ലാതെ ഭയങ്കര പാഷനേറ്റ് ആണോ, ടീച്ചിങ് ഈസ് മൈ ഹോൾ വേൾഡ്, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ലേറ്റായിട്ട് എൻ്റെ ഒരു പാഷനും ഇഷ്ടങ്ങളും ഒക്കെ എന്താണെന്ന് കുറച്ച് ഡിലേ ആയിട്ട് റിയലൈസ് ചെയ്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ഡിഡ്ന്റ് ഫോളോ മൈ പാഷൻ യെറ്റ് എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. എനിക്ക് ഇഷ്ടമുള്ള വേറെ പല കാര്യങ്ങളുണ്ട്, അതിൽ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതേപോലെ എനിക്ക് ഇഷ്ടമുള്ള പല പല കാര്യങ്ങളുണ്ട്. അപ്പം ഞാനൊരു 30s ഒക്കെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ശരിക്കുമുള്ള പാഷൻ എന്താണെന്നൊക്കെ ഞാൻ റിയലൈസ് ചെയ്യുന്നത്, മനസ്സിലാവുന്നു. എനിക്കൊന്ന് ബുദ്ധി അപ്പോഴാണ് ഉറച്ചത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു റിയൽ പാഷനിലേക്ക് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നാൽ ഇതുവരെ ഇല്ല. പക്ഷെ എനിക്ക് ടീച്ചിങ് ഇഷ്ടമാണ്, അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ പറയുന്നതും അതേപോലെ പഠിപ്പിക്കാൻ പോയതുമൊക്കെ ടീച്ചിങ് ഇഷ്ടപ്പെട്ടിട്ടാണ്. പാഷനേറ്റ് അല്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പാഷനേറ്റ് ആണെങ്കിൽ അത് ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പണ്ടത്തെ പോലെ നമുക്ക് വടിയെടുത്തോ കുട്ടികളെ കണ്ണുരുട്ടി പേടിപ്പിക്കാനോ അതിനൊക്കെ എല്ലാത്തിനും ഒരു ലിമിറ്റേഷനുണ്ട് കേട്ടോ. കാരണം നമ്മുടെ പേഷ്യൻസ് പോകുന്ന കുറേ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യാനും കൂടെ നമ്മൾ ഒരു മനസ്സിനെ പാകപ്പെടുത്തിയിട്ട് വേണം ആ ഒരു ടീച്ചിങ് ഫീൽഡിലേക്കൊക്കെ പോകാൻ കേട്ടോ. പിന്നെ പുറമേ നിന്ന് ആൾക്കാർ എപ്പോഴും പറയും ടീച്ചിങ് ജോബ് ഈസിയാണ്, കാരണം രാവിലെ 7:30 കയറുന്നു, 3:30 ആകുമ്പോൾ നമുക്ക് വീട്ടിൽ വരാം എന്നുള്ള ആ ഒരു ടൈം സ്ട്രക്ചർ മാത്രമേ ആൾക്കാർ കാണുന്നുള്ളൂ. പക്ഷേ അതിനകത്തുള്ള നമ്മുടെ ഒരു സാക്രിഫൈസ്, എല്ലാ ജോബിനും അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽട്ടീസും ഉണ്ട്, പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്, ഡിഫിക്കൽട്ടീസും ഉണ്ട്. അത് ടീച്ചിങ് ജോബിനും ഉണ്ട് കേട്ടോ. അതൊരു പക്ഷേ ടീച്ചേഴ്സിനും അതേപോലെ ടീച്ചേഴ്സിൻ്റെ വളരെ ക്ലോസ് സർക്കിളിൽ നിൽക്കുന്ന ഒരു ഫാമിലി മെമ്പേഴ്സിനും മാത്രമായിരിക്കും അത് അറിയാൻ പറ്റുന്നത്. ടീച്ചേഴ്സ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടും പണിയെടുക്കുന്നതൊക്കെ കാണുന്നത് ആ ഒരു ക്ലോസ് സർക്കിളിലുള്ളവരാണ്. അതേപോലെ എല്ലാ ജോബിനും അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽട്ടീസും ഉണ്ട്. അപ്പോൾ ഒരു റിയൽ പാഷനേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതെൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസാണ് കേട്ടോ. അപ്പം ഞാൻ ടീച്ചിങ്ങിനൊക്കെ പോകുന്ന സമയത്തും എനിക്ക് പഠിപ്പിക്കാൻ എനിക്കിഷ്ടമാണ്. ഈ ബാക്കി കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് പലപ്പോഴും ഞാൻ ഡൗൺ ആവാറുണ്ട്. അപ്പം ഞാൻ വളരെ ലേറ്റായിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഞാൻ അത്ര പാഷനേറ്റ് അല്ലല്ലോ. പഠിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ BEd എടുത്തത്. പക്ഷെ എനിക്ക് എൻ്റെ റിയൽ പാഷൻ മറ്റു പല കാര്യങ്ങളിലും കിടക്കുകയാണ്. അപ്പോൾ അത് ഫോളോ ചെയ്യുമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഫോളോ. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ. ഐ ഹാവ് സം പ്ലാൻസ് ടു. അത് ഇപ്പോഴല്ല, പിന്നീട് ഞാൻ അത് പറയും. ഓക്കെ, കാരണം എല്ലാം ഒന്ന് റിയാലിറ്റിയിൽ വരട്ടെ, അപ്പോൾ അതൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് അത് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ യൂസ്ഫുള്ളാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഉള്ള കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടുതലും പ്രസൻറ്റ് ചെയ്യാറുള്ളത്. നിങ്ങൾ തന്നെ എനിക്ക് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ടുള്ളത് പോലെ വീഡിയോയിലൊരു ജെനുവിനിറ്റി ഉണ്ട്, ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഇൻസ്പയർ ചെയ്ത് പറയാറുണ്ട്. കാരണം എന്തിനാണ് നമ്മുടെ മുന്നിൽ നമ്മുടെ ഒരു വീഡിയോ കാണുന്ന ഒരാൾ അവരുടെ സമയം എത്രയായിരുന്നാലും അവരുടെ സമയം അവർക്ക് വിലപ്പെട്ടതാണ് അല്ലേ? ആ ഒരു വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ച് അവരത് കാണുമ്പോൾ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടൊരു കാര്യം പറയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഇൻസ്പയർ ചെയ്തൊക്കെ പറയാറുള്ളത്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ അയ്യോ ഇത് നെഗറ്റീവാണ് എന്ന് പറഞ്ഞിട്ട് പോകാതെ എന്തെങ്കിലും പ്രയോജനം ഉണ്ട് എന്ന് തോന്നിയിട്ട് പോകുന്നതാണ് നല്ലതെന്നാണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ സന്തോഷമായിട്ടിരിക്കുക. ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും പല മെൻറ്റാലിറ്റിയിൽ ഇരിക്കുന്നവരായിരിക്കും. ചിലർ സന്തോഷത്തിലായിരിക്കും, ചിലർ വിഷമത്തിലായിരിക്കും, ചിലർ ടെൻഷനിലായിരിക്കും, ചിലർ ജോലി എന്താവും എന്നുള്ള ടെൻഷനിലായിരിക്കും. ഒന്നിനെയും കുറിച്ച് കൂടുതൽ ഓവർ തിങ്ക് ചെയ്യാതെ ഇരിക്കുക, ലെറ്റ് ഗോ ചെയ്തേക്കുക. വരുന്നിടത്ത് വെച്ച് കാണാം, അത്രയേ ഉള്ളൂ
കേട്ടോ. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.